നമസ്കാരം, എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1ൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ്. മൂന്നാമത്തെ മൊഡ്യൂളിലെ പാർട്ട് 1. അപ്പോൾ ഞാൻ ഈ ഒരു മൊഡ്യൂളിനെ കുറച്ച് നിങ്ങളോട് പറയാം, ഒരു ഇൻട്രൊഡക്ഷൻ. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് ഹൈവേ മെറ്റീരിയൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പിന്നെ പേയ്മെൻറ്റ് ടൈപ്സും. പേയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഡിൻ്റെ സർഫസിനെ തന്നെയാണ് നമ്മൾ പേയ്മെൻ്റ് എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് ടൈപ്പും അതിന് ഈ ഒരു പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചുമാണ്, അതായത് ഹൈവേ മെറ്റീരിയൽസിനെ കുറിച്ചുമാണ് നമ്മൾ അതിനുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, പേയ്മെൻറ്റ്സ്. നമുക്കറിയാം, പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ മെറ്റീരിയൽ അല്ല, ഒരുപാട് മെറ്റീരിയൽസ് ചേർത്തുണ്ടാക്കുന്നതാണ് പേയ്മെൻറ്റ്സ്. ഹൈവേ പേയ്മെൻറ്റ് ഈസ് എ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് സൂപ്പർ ഇമ്പോസ്ഡ് ലെയേഴ്സ് ഓഫ് പ്രോസസ്ഡ് മെറ്റീരിയൽസ് എബവ് ദ നാച്ചുറൽ സോയിൽ subgrade, whose primary function is to distribute the applied vehicle loads to the subgrade. ഒരു പേയ്മെൻറ്റിൻ്റെ മുകളിലൂടെ ഒരു വെഹിക്കിൾ പാസ് ചെയ്ത് പോകുമ്പോൾ ആ വെഹിക്കിളിൻ്റെ ലോഡ് ഈ പേയ്മെൻറ്റ് സർഫസിൽ നിന്നും താഴെ ഉള്ള അതിൻ്റെ, നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ, അതുപോലെ ഒരു പേയ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ്ഗ്രേഡ് ആയിട്ടുള്ള പോർഷനിലേക്ക് ഈ ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതുപോലെ ഒരു ഈസായിട്ടുള്ള ഡ്രൈവിംഗ് അവിടെ അച്ചീവ് ചെയ്യിക്കുക, അതുപോലെയുള്ള കാര്യങ്ങളാണ് ഒരു പേയ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. So, the payment structure should be able to provide a surface of acceptable riding quality, adequate skid resistance, favorable light reflecting characteristics and low noise pollution. ഇതെല്ലാം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഒരു പേയ്മെൻറ്റിന് മെയിനായിട്ട് വേണ്ട അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അക്സെപ്റ്റബിൾ റൈഡിംഗ് ക്വാളിറ്റി, അഡിക്വേറ്റ് സ്കിഡ് റെസിസ്റ്റൻസ്, ഫേവറബിൾ ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ലോ നോയ്സ് പൊല്യൂഷൻ. ദ അൾട്ടിമേറ്റ് എയിം ഈസ് ടു എൻഷുർ ദാറ്റ് ദ ട്രാൻസ്മിറ്റർ സ്ട്രെസ്സസ് ഡ്യൂ ടു വീൽ ലോഡ് ആർ സഫിഷ്യൻ്റ്ലി റിഡ്യൂസ്ഡ് സോ ദാറ്റ് ദേ വിൽ നോട്ട് എക്സീഡ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സബ്ഗ്രേഡ്. അപ്പോൾ ഈ പേയ്മെൻറ്റിലൂടെ പാസ് ചെയ്യപ്പെടുന്ന വെഹിക്കിൾ ലോഡ്, വീൽ ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സബ്ഗ്രേഡിന് താങ്ങാൻ കഴിയുന്ന അത്ര രീതിക്കുള്ള, സബ്ഗ്രേഡിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റിയേക്കാൾ കുറഞ്ഞ രീതിക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് താഴെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പേയ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള എയിം. മെയിനായിട്ട് 2 ടൈപ്പ് പേയ്മെൻ്റ് ഉണ്ട്, ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സ് ആൻഡ് റിജിഡ് പേയ്മെൻറ്റ്സ്. ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു പകുതി ഭാഗത്തോടു കൂടി പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്താണ് ഒരു പേയ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്താണ്? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പോർഷനിൽ ഓർത്ത് വയ്ക്കുക. ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു പേയ്മെൻറ്റാണ്. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ സബ്ഗ്രേഡ് എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് ലെയർ ഒന്നുകിൽ വിറ്റമിൻ അല്ലെങ്കിൽ ടാറ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു പേയ്മെൻറ്റിൻ്റെ ടോപ്പ് സർഫസ് ലെയർ കൊടുക്കുന്നതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, റിക്വയർമെൻറ്റ്സ് ഓഫ് എ പേയ്മെൻറ്റ്. ആൻ ഐഡിയൽ പേയ്മെൻറ്റ് ഷുഡ് മീറ്റ് ദ ഫോളോയിങ് റിക്വയർമെൻറ്റ്സ്. നമ്മൾ ഏതൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും വെറുതെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, എന്താണെങ്കിലും. അപ്പോൾ അതുപോലെ ഒരു പേയ്മെൻറ്റിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് അവർ പറയുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു റിക്വയർമെൻറ്റ്സ് അച്ചീവ് ചെയ്തിട്ട് ശേഷം മാത്രമേ, അത് അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുള്ള രീതിക്ക് മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ അത് വലിയ ഫെയിലിയർ ആയിപ്പോവും. ആസ് എ എൻജിനീയർ, ആസ് എ സിവിൽ എൻജിനീയർ നമ്മളിത് മുഴുവൻ അറിഞ്ഞിരിക്കണം. സഫിഷ്യൻ്റ്ലി തിക്നെസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ വീൽ ലോഡ് സ്ട്രെസ്സസ് ടു എ സേഫ് വാല്യൂ ഓൺ ദ സബ്ഗ്രേഡ് സോയിൽ. സഫിഷ്യൻറ്റ് തിക്നെസ് ഉണ്ടായിരിക്കണം സബ്ഗ്രേഡ് സോയിലിലേക്ക് വീൽ ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞതുപോലെ ബിയറിംഗ് കപ്പാസിറ്റി അച്ചീവ് ചെയ്യുന്ന രീതിക്ക്
ആ ഒരു വീൽ ലോഡിനെ സബ് ഗ്രേഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിന് സഫിഷ്യൻറ്റ് തിക്നെസ് ഉണ്ടായിരിക്കണം. സ്ട്രക്ചറലി സ്ട്രോങ് ടു വിത്ത്സ്റ്റാൻഡ് ഓൾ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ഇമ്പോസ്ഡ് ഓൺ ഇറ്റ്. ഏത് ടൈപ്പ് സ്ട്രെസ്സും അതിൻ്റെ മുകളിൽ വരുന്ന ഏതൊരു ടൈപ്പ് സ്ട്രെസ്സിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിന് സ്ട്രക്ചറലി സ്ട്രോങ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, അഡിക്വേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ടു പ്രിവെൻറ്റ് സ്കിഡിങ് ഓഫ് വെഹിക്കിൾസ്. ടോപ്പ് സർഫസ് മെയിനായിട്ട് സ്കിഡ് റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന രീതിക്ക് ഒരു നല്ല ടൈപ്പ് ഫ്രിക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു പേയ്മെൻറ്റിന് പറ്റണം. സ്മൂത്ത് സർഫസ് ടു പ്രൊവൈഡ് കംഫർട്ട് ടു റോഡ് യൂസേഴ്സ് ഈവൻ അറ്റ് ഹൈ സ്പീഡ്സ്. സ്കിഡ് റെസിസ്റ്റൻസിനെ മാത്രം നമ്മൾ എയിം ചെയ്യരുത്. അപ്പോൾ ഫ്രിക്ഷൻ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ റോഡിലൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഹൈ സ്പീഡിൽ പോലും സ്മൂത്ത് ഡ്രൈവിങ് കിട്ടാൻ പാകത്തിനുള്ള ഒരു സ്മൂത്ത്നെസ്സും ഈ പേയ്മെൻറ്റിന് ഉണ്ടായിരിക്കണം. പ്രൊഡ്യൂസ് ലീസ്റ്റ് നോയ്സ് ഫ്രം മൂവിങ് വെഹിക്കിൾസ്. വെഹിക്കിൾ പാസ് ചെയ്ത് പോകുമ്പം ഒരുപാട് സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഡസ്റ്റ് പ്രൂഫ് സർഫസ് സോ ദാറ്റ് ട്രാക്ട് സേഫ്റ്റി ഈസ് നോട്ട് ഇമ്പയർഡ് ബൈ റിഡ്യൂസിങ് വിസിബിലിറ്റി. ഡസ്റ്റ് പ്രൂഫ് സർഫസ് ആയിരിക്കണം. കാര്യം വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്ന സമയത്തുണ്ടാവുന്ന ഡസ്റ്റ് കൊണ്ട് വാഹനങ്ങളുടെ വിസിബിലിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഡസ്റ്റ് പ്രൂഫ് സർഫസ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ഇംപെർവിയസ് സർഫസ് സോ ദാറ്റ് സബ്ഗ്രേഡ് സോയിൽ ഈസ് വെൽ പ്രൊട്ടക്റ്റഡ്. ഇംപെർവിയസും പെർവിയസും എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സബ്ഗ്രേഡ് സോയിലിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്ന ടോപ്പ് ലെയർ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്ന ലെയർ എപ്പോഴും ഇംപെർവിയസ് ആയിരിക്കണം. അത് വെള്ളത്തിനെ താഴേക്ക് പെർക്കുലേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാത്ത ടൈപ്പ് സോയിൽ ലെയർ ആയിരിക്കണം പേയ്മെൻറ്റിൻ്റെ ലെയർ എന്ന് പറയുന്നത്. കാര്യം വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും അടിഭാഗത്തുള്ള സബ്ഗ്രേഡ് സോയിലിനെ അത് ബാധിക്കുകയും അത് ആ റോഡിൻ്റെ ഫെയിലിയറിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ആൻ ഇൻപെർവിയസ് സർഫസ് so that the subgrade soil is well protected. And the last one is long design life with low maintenance cost. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെയുള്ള റോഡുകളൊക്കെ ഒരു മഴ പെയ്തു പോകുമ്പോഴേക്ക് ചിലപ്പോൾ നാശമായി പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡാമേജ് വരാതെ ലോങ് ലൈഫുള്ള ഡിസൈൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത് വിത്ത് ലോ മെയിൻ്റനൻസ് കോസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ഓഫ് എ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് വൺ, പേയ്മെൻറ്റ് മെറ്റീരിയൽസ്. ഇനി നമ്മൾ ഈ പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പേയ്മെൻറ്റ്സ് ആർ എ കോൺഗ്ലോമറേഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ദീസ് മെറ്റീരിയൽസ്, their associated properties and their interactions determine the properties of the resultant payment. Thus, a good understanding of these materials, how they are characterized and how they perform is fundamental to understanding payments. The material which are used in the construction of highway are of intense interest to the highway engineer. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള റോഡ് ചിലപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിറയെ ഡാമേജസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഈച്ച് ആൻഡ് എവറി മെറ്റീരിയൽ ഷുഡ് ബി ക്ലിയർലി മോണിറ്ററൈസ്ഡ്. നമ്മളിപ്പം ഒരു കോഴ്സ് അഗ്രിഗേറ്റ് എടുക്കുകയാണ് അല്ലെങ്കിൽ സബ്ഗ്രേഡ് സോയിൽ എടുക്കുകയാണ്, എല്ലാം നമ്മൾ വേണ്ട രീതിക്കുള്ള ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിന് ആ ഒരു മെറ്റീരിയൽ ഇതിന് സ്യൂട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന മാക്സിമം ലോഡ് ഇത്രയാണ്, ആ ലോഡ് ഈ മെറ്റീരിയൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യും, ആ ലോഡ് കൊണ്ട് ഈ മെറ്റീരിയലിന് ഡാമേജ് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ റോഡിന് ലോങ് ലൈഫ് നമുക്ക് കിട്ടുള്ളൂ. സോ ഒരുപാട് മെറ്റീരിയൽസ് കൂടി ചേർന്നിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അസോസിയേറ്റഡ് പ്രോപ്പർട്ടീസ്, ദെയർ ഇൻട്രാക്ഷൻസ് എല്ലാം എന്തിനെ ഡിറ്റർമിൻ ചെയ്യും? പേയ്മെൻറ്റിൻ്റെ ഒരു ടോട്ടൽ പ്രോപ്പർട്ടീനെ, പേയ്മെൻറ്റിനെ തന്നെ അത് ബാധിക്കുന്ന രീതിക്കാണ് വരുന്നത്. സോ നമ്മൾ ആസ് എ സിവിൽ എഞ്ചിനീയർ നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം സെലക്ട് ചെയ്യുന്നതിൽ ഇൻറ്റൻസ് കെയർ കൊടുക്കണം. നൗ പേയ്മെൻറ്റ് മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത്
സബ്ഗ്രേഡ് സോയിൽ. ഏറ്റവും ആദ്യം പഠിക്കുന്നതും സബ്ഗ്രേഡ് സോയിലിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം സോയിൽ എപ്പോഴും ഉണ്ടാവുന്നത് ഒന്നുകിൽ അക്കുമുലേഷൻ ഓർ ഡെപ്പോസിറ്റ് ഓഫ് എർത്ത് മെറ്റീരിയൽസ്, അതും അല്ലെങ്കിൽ റോക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തുണ്ടാവുന്നത്, അതും അല്ലെങ്കിൽ ഡീക്കേ ഓഫ് വെജിറ്റേഷൻ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സോയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ സോയിൽ 1-2 ദിവസം കൊണ്ടോ 1-2 വർഷം കൊണ്ടോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഒരു സോയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന സോയിലെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. സോയിൽ ഈസ് ആൻ അക്യുമുലേഷൻ ഓർ ഡെപ്പോസിറ്റ് ഓഫ് എർത്ത് മെറ്റീരിയൽ ഡിറൈവ്ഡ് നാച്ചുറലി ഫ്രം ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ് ഓർ ഡീക്കേ ഓഫ് വെജിറ്റേഷൻ that can be excavated readily with power equipment in the field or disintegrated by gentle mechanical means in the laboratory. The supporting soil beneath pavement and its special undercourse is called subgrade. Undisturbed soil beneath the pavement is called natural subgrade. Compacted subgrade is the soil compacted by controlled movement of heavy compactors. നമ്മളൊരു ഏരിയയിലൂടെ പുതിയതായിട്ടൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുകയാണെന്ന് കരുതുക. ആ ഏരിയയിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു അലൈൻമെൻറ്റ് നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്യും. ഏതൊക്കെ സൈഡിലൂടെ എങ്ങനെയൊക്കെയാണ് റോഡ് പോകേണ്ടത് എന്നുള്ളൊരു അലൈൻമെൻറ്റ് നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്യും. ആ ഏരിയയിലുള്ള കാടെല്ലാം വെട്ടിത്തെളിച്ച് നമ്മളവിടെ ഒരു റോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കും. ഇനി കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക വേണ്ടി വരും. അപ്പോൾ കട്ട് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ വീട് പണി നടക്കുന്ന പോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ബെഡ് ഉണ്ടാവുമല്ലോ, സോയിലിൻ്റെ ബെഡ്, ഏറ്റവും അടിഭാഗത്തുള്ള ബെഡ്. അത് നമ്മളൊന്നും ചെയ്യാതെ വെച്ചിരിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ആ സോയിലിൻ്റെ പോർഷനെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ അൺഡിസ്റ്റർബ്ഡ് സോയിൽ ബിനീത്ത് ദ പേയ്മെൻറ്റ് ഈസ് കോൾഡ് നാച്ചുറൽ സബ്ഗ്രേഡ്. അതായത് നമ്മൾ ഒരിക്കലും അതിനെ കോമ്പാക്റ്റ് ചെയ്യേ അല്ലെങ്കിൽ അതുപോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും കൊടുക്കാത്ത ടൈപ്പ് സോയിൽ സബ്ഗ്രേഡിനെയാണ് നാച്ചുറൽ സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ കുറച്ച് കോമ്പാക്റ്റ് ചെയ്തിരിക്കുന്ന സോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ ഹെവി കോമ്പാക്റ്റേഴ്സ് നമ്മൾ ബൈ മെക്കാനിക്കൽ മീൻസ് നമ്മൾ ഹെവി കോമ്പാക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവിടെ കോമ്പാക്റ്റഡ് സബ്ഗ്രേഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സബ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടിങ് സോയിൽ ബിനീത്ത് ദ പേയ്മെൻറ്റ് എന്ന് പറയുന്നു. പേയ്മെൻറ്റിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഈ പേയ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന സോയിലിനെയാണ് സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. സോയിൽ സബ്ഗ്രേഡ് അല്ലെങ്കിൽ സബ്ഗ്രേഡ് സോയിൽ. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സോയിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, പിന്നെ അതുപോലെ എന്താണ് നാച്ചുറൽ സബ്ഗ്രേഡ്, എന്താണ് കോമ്പാക്റ്റഡ് സബ്ഗ്രേഡ്. ഓക്കെ, നൗ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് സബ്ഗ്രേഡ്. സബ്ഗ്രേഡ് സോയിലിൻ്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്: സ്റ്റെബിലിറ്റി, ഇൻകംപ്രസിബിലിറ്റി, പെർമനൻസി ഓഫ് സ്ട്രെങ്ത്, മിനിമം ചേഞ്ചസ് ഇൻ വോളിയം ആൻഡ് സ്റ്റെബിലിറ്റി അണ്ടർ അഡ്വേഴ്സ് കണ്ടീഷൻസ് ഓഫ് വെതർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ, ഗുഡ് ഡ്രെയിനേജ് ആൻഡ് ഈസ് ഓഫ് കോമ്പാക്ഷൻ. എല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോ പോയിൻറ്റും വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ആവുന്ന പോയിൻറ്റ്സാണ്. സ്റ്റെബിലിറ്റി, ഇൻകംപ്രസിബിലിറ്റി, permanency of strength, minimum changes in volume and stability under adverse conditions of weather and groundwater, good drainage and ease of compaction. ഈ സബ്ഗ്രേഡ് സോയിൽ പല ടൈപ്പ് ഉണ്ട്. നമുക്കറിയാം സോയിലിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ സോയിൽ ടൈപ്സാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. മെയിനായിട്ട് 4 ടൈപ്പാണ്: ഗ്രേവൽ, മൂറം, സിൽട്ട് ആൻഡ് ക്ലേസ്. സോയിലിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നിങ്ങൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജിയോളജിയിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും ഞാൻ ഒന്നുകൂടി ഇവിടെ വായിക്കാം. ഗ്രേവൽ: These are coarse material with particle size under 2.36 mm with little or no fines contributing to cohesion materials. ഗ്രേവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.36 mm ചെറിയ മെറ്റീരിയൽസ് ആണ്. ഒന്നുകിൽ ഫൈൻ മെറ്റീരിയൽസ് അതിൽ കാണില്ല, അല്ലെങ്കിൽ കുറഞ്ഞ തോതിൽ, വളരെ കുറഞ്ഞ പെർസെൻറ്റേജിൽ ഫൈൻ മെറ്റീരിയൽസ് അതിന് കാണും. നെക്സ്റ്റ് വൺ ഈസ് മൂറം. ദീസ് ആർ പ്രൊഡക്ട്സ് ഓഫ് ഡീകമ്പോസിഷൻ ആൻഡ് വെതറിംഗ് ഓഫ് ദ പേയ്മെൻറ്റ് റോക്ക്.
Visually, these are similar to gravel except the presence of higher content of fines. ഗ്രേവലിനേക്കാളും ഹയർ കണ്ടൻ്റ് ആയിട്ട് ഫൈൻസ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ സിൽട്ട്. സിൽട്ടും ക്ലേ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിൽ ഞാനൊന്ന് വായിക്കാം. സിൽട്ട്, ദീസ് ആർ ഫൈനർ ദാൻ സാൻഡ്, ബ്രൈറ്റർ ഇൻ കളർ ആസ് കമ്പയർഡ് ടു ക്ലേ ആൻഡ് എക്സിബിറ്റ് ലിറ്റിൽ കൊഹിഷൻ. When a lump of silty soil mixed with water, alternately squeezed and tapped, a shiny surface makes its appearance. Thus, dialectancy is a specific property of such soil. Now, clays. These are finer than silt. Clay soils exhibit stickiness, high strength when dry, and show no dialectancy. Black cotton soil and other expansive clays exhibit swelling and shrinkage properties. Paste of clay with water when rubbed in between fingers leaves stain, which is not observed for silt. നിങ്ങൾ സോയിൽ ടൈപ്പ് 4 ആണെന്നും ഈ 4 സോയിൽ ടൈപ്പിൻ്റെ 1-2 എക്സ്പ്ലനേഷനും ഓർത്ത് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ടെസ്റ്റ് ഓൺ സോയിൽ. ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു ഹൈവേ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെങ്കിലും ആ ഹൈവേ മെറ്റീരിയലിനെ നമ്മൾ പ്രോപ്പർ ടെസ്റ്റ് ചെയ്തിട്ട് അത് ഈ ഒരു പേയ്മെൻറ്റിന് സ്യൂട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷനിലേക്ക്, റോഡ് കൺസ്ട്രക്ഷനിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ സബ്ഗ്രേഡ് സോയിലിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. Subgrade soil is an integral part of road pavement structure as it provides the support to the pavement from beneath. The subgrade soil and its properties are important in the design of pavement structure. The main function of the subgrade is to give adequate support to the pavement, and for this, the subgrade should possess sufficient stability under adverse climatic and loading conditions. Therefore, it is very essential to evaluate the subgrade by conducting test. മെയിനായിട്ട് 3 ടൈപ്പ് ടെസ്റ്റുകളാണ്. ടെസ്റ്റുകളെല്ലാം നമുക്ക് മെയിനായിട്ട് 3 ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഷിയർ ടെസ്റ്റ്, സെക്കൻഡ് വൺ ഈസ് ബിയറിംഗ് ടെസ്റ്റ്, തേർഡ് വൺ ഈസ് പെനിട്രേഷൻ ടെസ്റ്റ്. ഇനി ഇതെല്ലാം ഈ ഷിയർ ടെസ്റ്റ്, ബിയറിംഗ് ടെസ്റ്റ്, പെനിട്രേഷൻ ടെസ്റ്റ് ഇതെല്ലാം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് shear test. Shear tests are usually carried out on relatively small soil samples in the laboratory. In order to find out the strength properties of soil, a number of representative samples from different locations are tested. Some of the commonly known shear tests are direct shear test, triaxial compression test, and unconfined compression test. ഷിയർ ടെസ്റ്റ് സാധാരണ നമ്മൾ ലബോറട്ടറിയിൽ കണ്ടക്ട് ചെയ്യുന്ന ടൈപ്പ് ടെസ്റ്റാണ്. മെയിനായിട്ട് നമ്മൾ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്, ട്രയാക്സിയൽ കംപ്രഷൻ ടെസ്റ്റ്, അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെയാണ് ഷിയർ ടെസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സോയിലിൻ്റെ സ്ട്രെങ്ത് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സോയിലിൻ്റെ പല ഭാഗത്തു നിന്നും, ആ ഒരു ഏരിയയിലെ പല ഭാഗത്തു നിന്നും സോയിൽ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് ആ സാമ്പിൾസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോയിലിൻ്റെ സ്ട്രെങ്ത് അറിയുന്നതിന് വേണ്ടിയിട്ട്. സോ അതാണ് ഷിയർ ടെസ്റ്റ്, ലബോറട്ടറി ടെസ്റ്റാണ്. നെക്സ്റ്റ് വൺ ഈസ് ബിയറിംഗ് ടെസ്റ്റ്. ബിയറിംഗ് ടെസ്റ്റ് ആർ ലോഡിംഗ് ടെസ്റ്റ് ക്യാരിഡ് ഔട്ട് ഓൺ സബ്ഗ്രേഡ് സോയിൽ ഇൻ സിറ്റു വിത്ത് എ ലോഡ് ബിയറിംഗ് ഏരിയ. And the result of the bearing test are influenced by variations in the soil properties within the stressed soil mass underneath, and hence the overall stability of the part of soil mass stressed could be studied. ഷിയർ ടെസ്റ്റ് നമ്മൾ ലാബിൽ നടത്തുന്നതാണെങ്കിൽ ബിയറിംഗ് ടെസ്റ്റ് നമ്മൾ ഇൻ സിറ്റു ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സൈറ്റിൽ വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിയറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മളിനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു സ്ട്രെസ്സ് നമുക്ക് ആ ലോഡ് കൊടുത്തിട്ട് കിട്ടുന്ന ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആ സോയിലിൻ്റെ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് വൺ, പെനിട്രേഷൻ ടെസ്റ്റ്. Penetration test may be considered as small scale bearing test
in which the size of loaded area is relatively much smaller and ratio of penetration to the size of loaded area is much greater than the ratio in the bearing test. And the penetration tests are carried out in the field or in the laboratory. ഷിയർ ടെസ്റ്റ് നമ്മൾ ലാബിൽ ചെയ്യുന്നു, ബിയറിംഗ് ടെസ്റ്റ് നമ്മൾ ഇൻസിറ്റു ആയിട്ട് ചെയ്യുന്നു. പെനിട്രേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിയറിംഗ് ടെസ്റ്റിൻ്റെ ഒരു സ്മോൾ സ്കെയിൽ ടെസ്റ്റാണ്. അതായത് ബിയറിംഗ് ടെസ്റ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഏരിയ വളരെ കുറച്ച് നമ്മൾ ലാബിൽ ചെയ്യുന്ന ടെസ്റ്റാണ് പെനിട്രേഷൻ ടെസ്റ്റ്. വേണമെങ്കിൽ അത് സൈറ്റിൽ വെച്ചിട്ടും ചെയ്യാം, പക്ഷേ ഇത് ലാബിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രത്തോളം സൈസ് കുറഞ്ഞ രീതിക്കാണ് അതിൻ്റെ മെറ്റീരിയൽസും അതിൻ്റെ സ്പെസിമെൻസും എല്ലാം ഇരിക്കുക. അപ്പോൾ ആ പെനിട്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ലാബിലും ചെയ്യാം, നമുക്ക് ഇൻസിറ്റു ആയിട്ടും ചെയ്യാം. നൗ ഫസ്റ്റ് ടെസ്റ്റ് കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ടെസ്റ്റ്. നിങ്ങൾ എല്ലാ ടെസ്റ്റൊന്നും പഠിക്കേണ്ട, കുറച്ച് ടെസ്റ്റുകൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇപ്പോൾ സോയിലിൻ്റെ സബ് ഗ്രേഡിന് വരുന്ന ടെസ്റ്റിൽ മെയിനായിട്ട് കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ടെസ്റ്റും അതുപോലെ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റും, അങ്ങനെ 2 ടെസ്റ്റാണ് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് എങ്ങനെ ചെയ്യുക എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിക്കുക. മെയിനായിട്ട് ഇതിൽ കുറേ വാല്യൂസ് എല്ലാം കൊടുക്കുന്നുണ്ട്. സാമ്പിളിൻ്റെ, സ്പെസിമെൻ്റെ സൈസ്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്, പ്രൊസീജിയറാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ അത് നിങ്ങൾ വായിക്കുക, ഓർത്ത് വയ്ക്കുക. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയറെല്ലാം നിങ്ങൾ എഴുതണം. സോ കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ടെസ്റ്റ്. കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ടെസ്റ്റ് അഥവാ CBR was developed by the California Division of Highway as a method of classifying and evaluating soil subgrade and base course materials for flexible payments. CBR test, an empirical test, has been used to determine the material properties for payment design. Empirical test measures the strength of material and are not a true representation of the resilient modulus. It is a penetration test wherein a standard piston having an area of 3 into or 50 mm diameter is used to penetrate the soil at a standard rate of 1.25 mm per minute. The pressure up to penetration of 12.5 mm and its ratio to the bearing value of a standard crushed rock is termed as CBR. In most cases, CBR decreases as the penetration increases. The ratio at 2.5 mm penetration is used as CBR. In some case, the ratio at 5 mm may be greater than that at 2.5 mm. If this occurs, the ratio at 5 mm should be noted. The CBR is a measure of resistance of a material to penetration of standard plunger under controlled density and moisture conditions. The test procedure should be strictly adhered in high degree of reproducibility is desired. The CBR test may be conducted in remolded or undisturbed specimen in the laboratory. The test is simple and has been extensively investigated for field correlations of flexible payment thickness requirements. മെയിനായിട്ട് പെനിട്രേഷൻ കണ്ടക്ട് ചെയ്തിട്ടാണ് CBR നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സോയിൽ അതിന് മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എത്രത്തോളം അതിനകത്തേക്ക് ഈ പ്ലഞ്ചർ പെനിട്രേറ്റ് ചെയ്ത് പോകും ഒരു ഡിസൈഡ് ടൈമിനകത്ത് എന്നുള്ള ടെസ്റ്റാണ് CBR. അപ്പോൾ ഇവർ പറയുന്നത് 2.5 mm പെനിട്രേഷൻ ആണ്, ആ റേഷ്യോ ആണ് നമ്മൾ മെയിനായിട്ട് CBR ആയിട്ട് എടുക്കാറ്. പക്ഷേ 2.5 mm എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 mm per minute റേറ്റ് കേട്ടോ ആ പ്ലഞ്ചറിൻ്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചില സമയത്ത് 5 mm കൂടുതലായി വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ വാല്യൂ ആണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് ഈ പ്രൊസീജിയറിൽ അവർ മെയിനായിട്ട് എടുത്തു പറയുന്നത്. ദ CBR ഇസ് എ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ടു പെനിട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് പ്ലഞ്ചർ
under controlled density and moisture condition. അത് ഓർത്ത് വയ്ക്കുക. CBR is a measure of resistance of material to penetration of standard plunger under controlled density and moisture conditions. ഓക്കെ, ഇനി ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് CBR ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്. ഇൻസ്ട്രുമെൻ്റ് ഇതാണ്. നിങ്ങൾ ലാബിൽ ഇത് ചെയ്യും. നെക്സ്റ്റ് വൺ, plate bearing test. Plate bearing test is used to evaluate the support capability of subgrades, bases, and in some cases, complete pavement. Data from the test are applicable for the design of both flexible and rigid pavements. In plate bearing test, a compressive stress is applied to the soil or pavement layer through rigid plates relatively large size, and the deflections are measured for various stress values. The deflection level is generally limited to low value in the order of 1.25 to 5 mm, and so the deformation caused may be partly elastic and partly plastic due to combustion of the stressed mass with negligible plastic deformation. The plate bearing test has been devised to evaluate the supporting power of subgrade or any other pavement layer by using plates or larger diameters. The plate bearing test was originally meant to find the modulus of subgrade reaction in the Westergaard's analysis for wheel load stresses in cement concrete pavements. ഓക്കെ, മെയിനായിട്ട് പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സബ്ഗ്രേഡിൻ്റെ സപ്പോർട്ട് കേപ്പബിലിറ്റി എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റ് നമ്മൾ ലാബിൽ ചെയ്യുന്ന ടെസ്റ്റല്ല, മെയിനായിട്ടത് സൈറ്റിൽ ചെയ്യുന്ന ടെസ്റ്റാണ്. അപ്പോൾ ഒരു compressive stress is applied to the soil or pavement layer through rigid plates relatively large size, and deflections are measured for various stress values. ഒരു ലാർജ് ഏരിയ, ഈ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ ഒരു ലാർജ് ഏരിയ സെലക്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ലോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പ്ലേറ്റിൻ്റെ അടിഭാഗത്തുള്ള സോയിലിനപ്പോൾ കംപ്രഷൻ ആയിരിക്കും നമ്മൾ മുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ആ സോയിലിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫിഗർ. ഇത് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്, പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫിഗറാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് സബ്ഗ്രേഡ്, സോയിൽ സബ്ഗ്രേഡ്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് അഗ്രിഗേറ്റ്, ബിറ്റുമിൻ അതുപോലെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. മെയിനായിട്ട് നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് പേയ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള എയിം എന്താണ്, പിന്നെ പേയ്മെൻറ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, പേയ്മെൻറ്റ് മെറ്റീരിയൽസിൽ മെയിനായിട്ട് വരുന്ന സോയിൽ സബ്ഗ്രേഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ ആയിരിക്കണം, ഒരു ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെ ആയിരിക്കണം, പിന്നെ സബ്ഗ്രേഡിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് സോയിലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വളരെ ക്ലിയറാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഹാവ് എ നൈസ് ഡേ.